എന്തൊരവസ്ഥയാണ് നോക്കാൻ. നേപ്പാളിലെ ഒരു മന്ത്രിയെയാണ് ഈ കൈകാര്യം ചെയ്യുന്നത്, അതും ഒരു സ്ത്രീയെ. ഇങ്ങനെയൊക്കെ വട്ടം വളഞ്ഞാണ്ട് ഒരാളെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ദുരന്തം ആയിരിക്കും അല്ലെ. എനിക്കറിയില്ല, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലത് എന്ന് പറയാനുണ്ടാവും, കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടാവും. ഇത് അങ്ങനെ ഒന്നുമില്ല. ജനങ്ങൾക്ക് ഉപദ്രവം മാത്രം ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു ഗതികേട് വന്നത്. ഇതൊക്കെ കേരളത്തിലുള്ള മന്ത്രിമാരായാലും ഈ ഇന്ത്യ ഭരിക്കുന്നവരായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്ദി. ജനങ്ങളൊക്കെ ഇതുപോലെ അക്രമാസക്തരായിക്കാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു മന്ത്രിമാരോ ഒരു ഇതുണ്ടാവില്ല. എന്തിനാണ് ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ നോക്കുക, അല്ലാതെ കിട്ടുന്നത് പോക്കറ്റിലേക്ക് ഇടാനും കിട്ടുന്നത്. ഇതിപ്പോ നേപ്പാളിൽ മാത്രമല്ലല്ലോ, എല്ലായിടത്തും ഓരോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. കുറെ പേര് കണ്ണടക്കിയാണ്. ജനങ്ങൾക്ക് ഉപകാരമുള്ളതും നല്ല പ്രവർത്തനം ചെയ്തിട്ടാണെങ്കിൽ അടിപൊളിയായിട്ട് വിരമിക്കുന്നത് വരെ, ജനങ്ങളെന്റെ താഴെ ഇടുന്നത് വരെ മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും.